നിങ്ങളെല്ലാം തീരുമാനിച്ച 2 മാസം കഴിഞ്ഞാൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മലപ്പുറത്തെ അവഹേളിക്കുന്ന മന്ത്രി സജി ചെറിയാനെതിരെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിൽ പോലീസിന്റെ നരനായാട്ട്. കലാപ പ്രദേശങ്ങളിൽ വിന്യസിക്കാറുള്ള ഇന്ത്യൻ റിസർവ് പോലീസ് ബറ്റാലിയൻ സേനാംഗങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരത്തെ അടിച്ചൊതുക്കാനുള്ള ശ്രമം നടത്തിയത്. IRB സേനാംഗങ്ങൾ ഉൾപ്പെടെ 200ഓളം പോലീസുകാരെയാണ് യൂത്ത് കോൺഗ്രസ് സമരത്തെ നേരിടാൻ നിയോഗിച്ചത്. തികച്ചും സമാധാനപരമായി നടന്ന മാർച്ചും സമരവും സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പോലീസിനു നേരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു പ്രവർത്തകന് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് IRB സേനാംഗങ്ങൾ കാര്യമായ ഒരു പ്രകോപനവുമില്ലാതെ ലാത്തിചാർജ് ആരംഭിച്ചത്. വഴിയാത്രക്കാർക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ സ്റ്റീൽ ലാത്തിക്കൊണ്ടുള്ള അടിയേറ്റു വീണ പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ചു. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ഷാനിദ് എന്നിവർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. തലയ്ക്ക് നോക്കിയാണ് IRB സേനാംഗങ്ങൾ സ്റ്റീൽ ലാത്തി ഉപയോഗിച്ച് അടിച്ചത്. ലാത്തിയടിയേറ്റ മിക്കവർക്കും തലയ്ക്കാണ് പരിക്കേറ്റത്. AK ഷാനിദിനെ IRB പോലീസ് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതിനിടെ പരിചയക്കാരനായ ഒരു പോലീസ് ഓഫീസറാണ് രക്ഷപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ കൈക്കും ലാത്തിയടിയേറ്റു. ലാത്തിചാർജ് തുടർന്നതോടെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് സമരം ആരംഭിച്ചു. ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത്. റോഡിലൂടെ വലിച്ചിഴച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. റോഡിലുരനും ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മലപ്പുറം സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ഷാനിദിന്റെ കാൽമുട്ടിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ഉൾപ്പെടെ 12 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സംസ്ഥാനത്തിനകത്ത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ സർക്കാർ നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് സ്വർണം കണ്ടത്? ഏതെങ്കിലും വീട്ടിൽ നിന്നല്ല, ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നല്ല, ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്നല്ല. ഏതെങ്കിലും ഒരു കള്ളൻ അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആരുടെയെങ്കിലും വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നത് പോലെയല്ല, ഒരു സിസ്റ്റം തന്നെ ഒരു മോഷണം നടത്തിയിരിക്കുകയാണ്. എവിടെയാണ് ആ മോഷണം നടത്തിയത്? ആ മോഷണം നടത്തിയത് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ വിശ്വാസികളും മതേതര വിശ്വാസികളും ഇവിടെ നോമ്പെടുത്ത് വ്രതമെടുത്ത് നാമജപത്തോടുകൂടി ശരണമൊഴിയോടുകൂടി മല ചവിട്ടിക്കൊണ്ട് കടന്നു ചെല്ലുന്ന ശബരിമലയുടെ സന്നിധാനത്തിൽ നിന്നാണ്. ആ ശബരിമലയുടെ സന്നിധാനത്തിൽ നിന്ന് ദേവന്റെ സ്വത്ത് പോലും അപഹരിക്കാൻ ശ്രമിക്കുന്ന ഇവർ എവിടെയാണ് മറ്റു മോഷണം നടത്താൻ ബാക്കിയുണ്ടാവുക എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണ സംവിധാനം ഇന്ന് കേരളത്തിനകത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.